ശ്രീ ജിൻഡോ ജോസഫ് ഇവിടെ ബി.ജെ.പി. കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് മാത്രമുള്ള എതിർപ്പാണോ ഈ വഖഫ് നിയമം പൊളിച്ചെഴുതുമ്പോൾ നിങ്ങൾക്കുള്ളത്? ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ MP തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയത് ഭേദഗതികൾക്ക് അനുകൂലമായി സംസാരിക്കേണ്ടി വരുമെന്നാണ്. പിന്നീട് അദ്ദേഹം അത് തിരുത്തി പറയുകയും ചെയ്തു, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന്. അപ്പോൾ ചില കാര്യങ്ങളിലെങ്കിലും, ചിലതല്ല ഒട്ടുമിക്ക കാര്യങ്ങളിൽ ഈ വഖഫ് നിയമത്തിൽ ചില മാറ്റങ്ങൾ വേണ്ടി വരും എന്ന് പറയേണ്ടി വരുമോ, പ്രത്യേകിച്ച് മുനമ്പം പോലെയുള്ള വിഷയങ്ങൾ നമ്മുടെ കൺമുന്നിലുള്ളപ്പോൾ? മഞ്ജുഷേ, വഖഫ് നിയമമല്ല, ഇന്ത്യയിലെ ഏത് നിയമത്തിലും കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണല്ലോ. അത് ഏത് നിയമത്തിലും. ഇപ്പോൾ വന്യജീവി ഈ നിയമത്തിൽ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണം ഉണ്ടാവണമെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, പ്രത്യേകിച്ച് മലയോര മേഖലയിലെ കർഷകരൊക്കെ നിരന്തരം മുറവിളി കൂട്ടുന്നതാണ്. പക്ഷെ അതിലൊരു അനുതാപപൂർവമായിട്ടുള്ളൊരു നടപടി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന നമ്മൾ കാണുന്നില്ല. പിന്നെ വഖഫ് ബില്ലിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അമെൻമെൻറ്റ് വരുന്നു എന്ന് ചോദിച്ചാൽ അതിൽ ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട് എന്ന് തന്നെ നമ്മൾ കാണണം. കാരണം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്ത് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ അമെൻഡ് ചെയ്തിട്ടുള്ള വകുപ്പുകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെയാണ്, ചില ഇൻട്രസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ. ഇനി ഈ മുനമ്പത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരിഹാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വഖഫ് അമെൻമെൻറ്റ് ആക്ടിൽ ഇവർ നിർദ്ദേശിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു നിർദ്ദേശം പ്രകാരം മുനമ്പത്തെ മനുഷ്യരുടെ നിലവിലെ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. മുനമ്പത്തെ വിഷയം അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം തികച്ചും ന്യായമാണ്. അവർ 2 വട്ടം നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരാണ്. സാധാരണ കുടിയെടുപ്പുകാർക്ക് ഭൂമി പതിച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് പതിച്ചു കിട്ടില്ല. അതിനുശേഷം അവർ വില കൊടുത്ത് ഫാറൂഖ് കോളേജിൻ്റെ നിന്ന് വാങ്ങേണ്ട ഗതികേട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രാവശ്യവും അവർ നീതി നിഷേധിക്കപ്പെട്ട മനുഷ്യരാണ്. മറ്റ് മലയോര മേഖലയിലേക്ക് കുടിയേറിയ ആളുകൾക്കൊക്കെ പട്ടയം കിട്ടിയപ്പോൾ അല്ലെങ്കിൽ ഭൂമി പതിച്ചു കിട്ടിയപ്പോൾ ഇവർക്കത് നിഷേധിക്കപ്പെട്ട ആളുകളാണ്. പിന്നീട് ഇവരത് വില കൊടുത്ത് വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഫാറൂഖ് കോളേജ് ഭൂമിയിൽ ക്രയവിക്രയം നടത്തിയതുമായി ബന്ധപ്പെട്ട് മുനമ്പത്തെ വിഷയം മറ്റൊരു കാര്യമാണ്. അതിനെ മറ്റൊരു രീതിയിൽ തന്നെ കേരളത്തിൻ്റെ മുഴുവൻ ആളുകളും ആഗ്രഹിക്കുന്ന അതിനെ നല്ല രീതിയിൽ തന്നെ പരിഹരിക്കണം. അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കുക, അവർക്ക് ആ ഭൂമി, അവരുടെ ഭൂമിയിലെ ക്രയവിക്രയ സ്വാതന്ത്ര്യം വിട്ടുകൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, പൂർണ്ണ സ്വാതന്ത്ര്യവും അവകാശവും അവർക്ക് ഉറപ്പ് കൊടുക്കുക എന്നുള്ളതാണ്. കരം മേടിക്കുക അല്ലെങ്കിൽ അവിടുത്തെ വിഷയം താൽക്കാലികമായി പരിഹരിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം. പിന്നെ അതിനപ്പുറത്ത് നമ്മൾ കാണുമ്പോൾ ഈ വഖഫ് അമെൻമെൻറ്റ് ബില്ലിനെ നമ്മൾ എതിർക്കാൻ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ അതിൽ JPCക്ക് വിട്ടു എന്ന് പറഞ്ഞാൽ, നരേന്ദ്രമോദി സർക്കാരിൻ്റെ കഴിഞ്ഞ 10-12 വർഷക്കാലത്തെ ഭരണം നമ്മൾ നോക്കിയാൽ ആദ്യമായിട്ടാണ് ഒരു നിയമം അവരൊരു ബില്ല് അവതരിപ്പിച്ചിട്ട് അത് JPCക്ക് വിടേണ്ടി വരുന്നത്. അങ്ങനെ JPCക്ക് വിടേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അത് നിതീഷ് കുമാർ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെയൊക്കെ പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്. അവരും ചില കാര്യങ്ങളിൽ ഭയടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് JPCക്ക് വിടുന്നത്. അങ്ങനെ വിടുക എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു സെറ്റ് ബാക്ക് ആയിട്ട് കാണണം. പക്ഷേ അങ്ങനെ ഉണ്ടായില്ല ശ്രീ ജിൻഡോ. അതിപ്പോൾ ദേശീയ തലത്തിൽ NDA ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാരണം NDAയിൽ ഒരു വിള്ളലുണ്ട്. അവിടെ JDUവും അതുപോലെ തന്നെ TDPയും ചന്ദ്രബാബു നായിഡുവിന്റെ പാർട്ടിയും അഭിപ്രായ വ്യത്യാസമുള്ളവരാണ് എന്ന രീതിയിലുള്ള വലിയ പ്രചാരണം ഉണ്ടായിരുന്നുവല്ലോ. പക്ഷേ JPCയിൽ അക്കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് NDAയുടെ കെട്ടുറപ്പ് കൂടി ഈ JPCയിൽ വഖഫ് ഭേദഗതി ബിൽ അംഗീകാരം നേടിയെടുത്തത് ചർച്ച ചെയ്യുമ്പോൾ കടന്നു വരികയാണ്. അല്ല, അങ്ങനെയും വ്യാഖ്യാനിക്കാം. അതിനൊന്നും നമുക്കിപ്പോൾ രാഷ്ട്രീയമായിട്ട് അതിനെ എതിർക്കേണ്ട കാര്യമില്ല. അവർ NDA എന്നുള്ള നിലയ്ക്ക് അവർ 16 അംഗങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നു. പ്രതിപക്ഷത്തിൻ്റെ 10 അംഗങ്ങൾ പറഞ്ഞ ഒരു നിർദ്ദേശങ്ങളും അവർ അംഗീകരിച്ചില്ല, വോട്ടിനിട്ട് തോൽപ്പിച്ചു. അതുമാത്രമല്ല, ഈ JPCയുടെ ചെയർമാൻ തന്നെ പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാടൊക്കെ എടുക്കുന്ന കണ്ടു. അപ്പം JPC എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിനേക്കാൾ കുറച്ചുകൂടി നമ്മളതിനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തും പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം കൂടി കുറെ കൂടി കാതു കൊടുക്കുന്ന ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനെ വോട്ടിന് തോൽപ്പിക്കുകയും അല്ലെങ്കിൽ ആ 10 അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന നടപടി അത് അത്രത്തോളം ജനാധിപത്യപരമായിരുന്നു എന്ന് നമുക്കാർക്കും അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഞാൻ അതിൽ ഒരു പ്രത്യേകത, ഈ അമെൻമെന്റ് ബില്ലിൽ പറഞ്ഞിട്ടുള്ളതിനേക്കാൾ അപ്പുറത്തേക്കാണ് JPCയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്താ, കളക്ടറിൽ നിന്ന്, കളക്ടർക്ക് അധികാരം കൊടുക്കണമെന്നാണ് അമെൻമെന്റ് ബില്ലിൽ പറഞ്ഞതെങ്കിൽ കളക്ടറിൽ നിന്ന് സംസ്ഥാന സർക്കാർ, അതാത് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന സർക്കാർ നിർദ്ദേശിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് ഈ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം തീർക്കാനായിട്ട് പരിഹരിക്കാനുള്ള അധികാരം കൊടുക്കണമെന്ന് പറഞ്ഞാൽ സംസ്ഥാനം ഭരിക്കുന്ന
ഭരിക്കുന്ന സർക്കാരുകൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ ആയിരിക്കുമല്ലോ സെലക്ട് ചെയ്യുക. സ്വാഭാവികമായിട്ടും ആ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പൊളിറ്റിക്കൽ തീരുമാനമായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ വഖഫ് എന്നുള്ള ആ ലോയ്ക്ക് അതിന്റെ കൺസെപ്റ്റിന് തന്നെ എതിരാണ്. അവർക്ക് പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് അവർക്ക് ഭരണഘടനാപരമായിട്ടുള്ള അവരുടെ ഇത്തരത്തിലുള്ള ഭൂമി സംരക്ഷിക്കാനുള്ള അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ട് നമ്മൾ അതിനെ കാണണം എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷെ അതിൽ ഏറ്റവും വിവാദമായിട്ടുള്ള 40ാമത്തെ സെക്ഷനാണ് വഖഫ് നിയമത്തിലെ 40ാമത്തെ സെക്ഷൻ. അത് അതേപടി ഇല്ലാതാക്കുകയാണ്. ഇക്കാര്യത്തിൽ ഈ മുനമ്പത്തിലേക്കൊക്കെ വരുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റായി മാറുന്നുമുണ്ട്. അത് മാത്രമല്ല, വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചതിന് ശേഷം പലയിടത്തു നിന്നും രാജ്യത്തിന്റെ പലയിടത്തു നിന്നും ഇത്തരത്തിലുള്ള ഈ വഖഫ് ഭൂമിയാക്കി സ്വകാര്യ സ്വത്തുകളും സർക്കാർ സ്വത്തുകളും മാറ്റിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നതാണല്ലോ. അപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് ഈ 40ാമത്തെ സെക്ഷനാണ്. ദ വഖഫ് ബോർഡ് മേ ഇറ്റ്സെൽഫ് കളക്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് എനി പ്രോപ്പർട്ടി വിച്ച് ഇറ്റ് ഹാസ് റീസൺ ടു ബിലീവ് ടു ബി വഖഫ് പ്രോപ്പർട്ടി ആൻഡ് ഇഫ് എനി ക്വസ്റ്റ്യൻ arises whether a particular property is waqf property or not, or whether a waqf is a Sunni waqf or a Shia waqf, it may after making such inquiry as it may be deemed fit decide the question. അതായത് മറ്റാരോടും ഇക്കാര്യത്തിൽ അഭിപ്രായം ചോദിക്കേണ്ട, ഇതിൽ വഖഫ് ബോർഡിന് തന്നെ ഒരു ഭൂമി വഖഫാണ് എന്ന് റീസൺ ടു ബിലീവ് വിശ്വസനീയമായ കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഭൂമി ഏറ്റെടുക്കാം എന്നുള്ളതാണ്. ഏറെ വിവാദമായ ഈ സെക്ഷനാണ്. അത് അതേപടി മാറ്റുക എന്ന് പറയുമ്പോൾ അത് ഒട്ടേറെ പേർക്ക് ആശ്വാസം പകരുന്ന ഒന്നുകൂടിയാണല്ലോ. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വ്യവസ്ഥ അത് ഒഴിവാക്കുന്നതിനെ നിങ്ങൾ തള്ളിപ്പറയുന്നത്? അല്ല, ഇതിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12ാം നൂറ്റാണ്ട് തൊട്ട് വഖഫുമായി ബന്ധപ്പെട്ട ക്രയവിക്രയം നടക്കുന്നുണ്ട്. 12ാം നൂറ്റാണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 900 വർഷങ്ങൾക്കൊക്കെ മുമ്പ്. അന്നൊന്നും ഇത്രത്തോളം എഴുതി തയ്യാറാക്കിയ ഡോക്യുമെന്റുകളൊന്നുമില്ല. ആളുകൾ അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ ഭൂമി സംഭാവന ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് എന്തൊക്കെയാണ് വഖഫ് എന്നുള്ളത് ആ വഖഫായിട്ട് തന്നെ നിലനിർത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ വഖഫിന് പറഞ്ഞിട്ടുള്ള വാക്കാൽ പറയുന്നത് പോലും വഖഫാണെന്നുള്ള രീതിയിലൊക്കെ അതങ്ങനെ തന്നെ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഡോക്യുമെന്റേഷൻ ഒക്കെ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നുള്ള കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. അത് നാളുകളിലായാലും അത്തരം തർക്കങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് നല്ലതുമാണ്. പക്ഷേ ഇവിടെ ഒരു വഖഫ് ബോർഡ് ഇത് ഭൂമി വഖഫിന്റെ ആണ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും ആർക്കും എൻകറേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊന്നും നമ്മളുടെ ആരുടെയും പോകുന്നുമില്ലല്ലോ. ഇവിടെ തർക്കങ്ങൾ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു ഭൂമിയിലാണ് വഖഫ് ബോർഡിന് എഴുതി കിട്ടിയ ഡോക്യുമെന്റ്, അങ്ങനെ പല കാര്യങ്ങളും നിൽക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് മുനമ്പം നമ്മളിപ്പോൾ ഈ വഖഫ് അമെൻമെന്റ് ബില്ല് കേരളത്തിൽ ചർച്ച ചെയ്യാൻ പ്രധാനപ്പെട്ട കാരണം മുനമ്പമാണ്. മുനമ്പത്തെ വിഷയം എന്താ? അത് വഖഫ് ചെയ്തിട്ടുള്ള ഒരു ഭൂമിയാണ്. പക്ഷെ അതിൽ വഖഫ് ആണോ, ആ ഡീഡ് ഗിഫ്റ്റ് ഡീഡാണ് എന്നാണ് കോൺഗ്രസിന്റെയും UDFിന്റെ പ്രഖ്യാപിത നിലപാട്. പക്ഷേ ചില ഒറ്റപ്പെട്ട വ്യക്തികൾ, ചില ഒറ്റപ്പെട്ട ആളുകളൊക്കെ അതല്ല വഖഫാണെന്ന് പറയുന്നു. പക്ഷേ കേരളത്തിലെ എല്ലാ പ്രഖ്യാപിത മുസ്ലിം സംഘടനകളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അത് വഖഫ് അല്ല, ഗിഫ്റ്റ് ഡീഡാണ്, മുൻപത്തെ ആളുകൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ്, അത് അവർക്ക് ഉറപ്പ് കൊടുക്കണം. നിലപാടെടുത്തതാണ്. അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ കൂടിയും അവരെ കുടിയൊഴിപ്പിക്കരുതെന്ന്. പക്ഷെ അതൊരു നിയമത്തിന്റെ പരിധിയിലേക്ക് വരികയാണെങ്കിൽ അത് കുറച്ചുകൂടി ശക്തമാവുകയാണല്ലോ. നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് ആ ഒരു നിയമത്തിന്റെ പരിരക്ഷ അവർക്ക് കിട്ടുന്നില്ല. അതിന് പകരമായിട്ട് ചില ഭേദഗതികൾ വരുമ്പോൾ അവരുടെ ആശങ്ക അകലുകയാണ്. ഇതിപ്പോൾ അങ്ങനെയൊന്നും ആരും ചെയ്യില്ല എന്ന് പറയുമ്പോൾ ആ നിയമം കുറച്ചുകൂടി ശക്തമായാൽ ആ പരിരക്ഷ അവർക്ക് കിട്ടുമല്ലോ. അത് ഉറപ്പാക്കി കൊടുക്കുന്നതിൽ എന്താണ് കുഴപ്പം? അതാണ് ഞാൻ ചോദിച്ചത്. BJP കൊണ്ടുവരുന്നു എന്നതുകൊണ്ട് മാത്രമുള്ള എതിർപ്പല്ലേ ശ്രീ ജിൻഡോ? അതായത് വിശ്വസിക്കാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്കെതിരായുള്ള ഒരു നീക്കമായിട്ട് തന്നെ ഇതിനെ കാണണം, അതുകൊണ്ട് മാത്രമല്ലേ കോൺഗ്രസിന്റെ ഈ എതിർപ്പ് വരുന്നത്? അങ്ങനെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇതിൽ നമ്മൾ ഇതിനൊരു പൊളിറ്റിക്കലായിട്ട് കാണാൻ തന്നെ ആലോചിച്ചോളൂ. അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കും. ഇപ്പോൾ BJP കൊണ്ടുവരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ഈ അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, ഈ ബില്ലിൽ മുനമ്പത്തെ വിഷയം അഡ്രസ്സ് ചെയ്യുന്ന ഏത് സജഷനാണുള്ളത്? മുനമ്പത്തെ വിഷയം അഡ്രസ്സ് ചെയ്യുന്ന എന്തെങ്കിലും സജഷൻ ഉണ്ടോ? ഇപ്പോൾ തന്നെ JPC പാസ്സാക്കി പാർലമെന്റിലേക്ക് വെക്കാൻ പോകുന്ന ഈ കണ്ടീഷൻസിലൊക്കെ എന്താ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളിലൊക്കെ മുൻകാല പ്രാബല്യത്തോടെ അല്ല ഇത് പാസ്സാക്കാൻ പോകുന്നതെന്നാണ്. മുൻകാല പ്രാബല്യത്തോടെ അല്ല എന്ന് പറഞ്ഞാൽ നിലവിൽ വഖഫ് ബോർഡിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തും. ഇനി അങ്ങോട്ട് ക്ലെയിം ചെയ്യുന്നതിലാണ് ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ആപ്ലിക്കബിൾ ആകും എന്ന് പറഞ്ഞാൽ മുനമ്പത്തെ വിഷയങ്ങളെ BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ, സംഘപരിവാർ സംഘടനകൾ ചതിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ മുനമ്പത്തെ വിഷയം അഡ്രസ്സ് ചെയ്യുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു നിർദ്ദേശം പോലും, അത്തരം വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു നിർദ്ദേശം പോലും പ്രധാനപ്പെട്ട പോയിന്റാണ്. ജിൻഡോ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ഫാദർ ജോർജ്